ഒരാള് മരുഭൂമിയിലൂടെ യാത്ര പോവുകയായി. രാത്രി സമയമാണ്. പെട്ടെന്നാണ് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടത്. ആ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരാള് നിൽക്കുന്നുണ്ട്. എന്താണ് ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടത്? അദ്ദേഹം പറഞ്ഞു, അത് എന്റെ ഭാര്യയാണ്. അവൾക്ക് പ്രസവവേദന അടുത്ത സമയമാണ്. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഞങ്ങളൊരു യാത്രക്കിടെ ഇവിടെ തമ്പടിച്ചതാണ്. എന്നാൽ നിങ്ങൾ ഇവിടെ അല്പനേരം നിൽക്കൂ, ഞാൻ ഒരാളെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു ഈ മനുഷ്യൻ. അവർ പറഞ്ഞു, അത് വേണ്ട, അവർക്ക് കൊടുക്കാനുള്ള പണം നമ്മുടെ അടുക്കലില്ല. അത് കുഴപ്പമില്ല, അവർക്ക് പണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, അല്പസമയം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഭക്ഷണം നിങ്ങൾ എടുത്തോളൂ. ഇവിടെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, അല്പം പാലുണ്ട്, അത് മതി. അങ്ങനെ ഇവർ ടെന്റിലേക്ക് തിരിച്ചെത്തി. ഈ പാൽ ഈ മനുഷ്യന് കൊടുത്തു. അദ്ദേഹം ആർത്തിയോടെ അത് കുടിച്ചു. ഈ മനുഷ്യൻ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം തന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്ന സമയത്ത് ആർത്തിയോടെ കുടിക്കാൻ? വിശപ്പ് കാരണമായിരിക്കുമല്ലോ, പാപം എന്ന് ചിന്തിച്ചു നിന്നു. അദ്ദേഹം പാലൊക്കെ കുടിച്ചു. ആയാണെങ്കിൽ ആ ടെന്റിന്റെ അകത്തേക്കും പോയി. അങ്ങനെ ഇദ്ദേഹം ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. പിന്നെ നിങ്ങൾ എവിടെയുള്ളതാണ്? ഞാൻ മദീനത്തുള്ളതാണ്. എന്റെ മദീനത്ത്? ഞാൻ എന്റെ യജമാനന്റെ കൂടെ വന്നതാണ്. നിങ്ങൾ ഒരുപാട് കാലമായോ ഈ മദീനത്ത്? അതെ, ആയി. അപ്പോൾ ആ യാത്രക്കാരൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തൊരു ഭാഗ്യവാനാണ്. പിന്നെ നിങ്ങൾക്ക് ഉമർ ബിൻ ഖത്താബിനെ അറിയുമോ? ഈ ഭരണാധികാരി ക്രൂരനാണ്, എന്തൊരു ദുഷ്ട സ്വഭാവമുള്ള മനുഷ്യനാണ് വെച്ചിട്ടാ. നിങ്ങൾക്കറിയോ അദ്ദേഹത്തെ? അറിയാം. ഈ തമ്പടിച്ച മനുഷ്യൻ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പെട്ടെന്ന് അകത്ത് നിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം കേട്ടു. ആയ പുറത്തേക്ക് വന്നു. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ സുഹൃത്തിനെ സന്തോഷ വാർത്ത അറിയിക്കുക, അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞ് പിറന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ നെട്ടിണീച്ചു. കുട്ടി ജനിച്ച സന്തോഷത്തിലല്ല, എന്റെ മുന്നിൽ നിൽക്കുന്നത് 20 രാജ്യങ്ങൾ ഭരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഇദ്ദേഹം പുറകോട്ട് 2 അടി പുറകോട്ട് നിന്നു. എന്നിട്ട് പറഞ്ഞു, മാപ്പ് മാപ്പ് മാപ്പ്. അമീറുൽ മുഅ്മിനീന്റെ കാൽ കീഴിലേക്ക് വീണു. ഞാൻ പറഞ്ഞതിനെല്ലാം മാപ്പ്, എന്നോട് ക്ഷമിക്കൂ. അമീറുൽ മുഅ്മിനീൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എണീക്കൂ സുഹൃത്തെ, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, നിങ്ങളെ ഞാൻ ആക്രമിക്കുകയില്ല. അദ്ദേഹത്തിനെ എണീപ്പിച്ചിട്ട് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ കയ്യും കാലുടെ വിറകൾ നിൽക്കുന്നില്ല. കാരണം 20 രാജ്യങ്ങൾ ഭരിക്കുന്ന അമീറുൽ മുഅ്മിനീൻ രാജാവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്നെ സഹായിക്കുമല്ലോ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്. അദ്ദേഹം എന്നിട്ട് അവരെ സന്തോഷത്തോടു കൂടെ പിറ്റേന്ന് യാത്രയാക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്.